കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ ഇന്ത്യയിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് പരിശോധിക്കാം. അഹമ്മദാബാദ് വിമാനാപകടം. DNA പരിശോധനയിലൂടെ ഇതുവരെ തിരിച്ചറിഞ്ഞത് 19 പേരെ. 8 പേർ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ചവരെ തിരിച്ചറിയാനുള്ള നടപടികൾ ഊർജിതമായി തുടരുന്നു. കൂടുതൽ DNA ഫലങ്ങൾ ഇന്ന് പുറത്തുവരും. ബൈക്ക് ടാക്സി ബാൻ ഇൻ കർണാടക. ഓൺലൈൻ ടാക്സി പ്ലാറ്റ്ഫോമുകളായ ഓല, ഊബർ, റാപ്പിഡോ എന്നിവയുടെ സർവീസുകൾ ഇന്നുവരെ മാത്രം. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ UK യുദ്ധവിമാനത്തിന് എമർജൻസി ലാൻഡിംഗ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ UKയുടെ യുദ്ധവിമാനം അടിയന്തരമായി ഇറക്കി. കേദർനാഥിൽ നിന്ന് മടങ്ങിയ ഹെലികോപ്റ്റർ തകർന്നു വീണ് 7 പേർ മരിച്ചു. സർവീസുകൾ നിർത്തിവെച്ചു. മോശം കാലാവസ്ഥ മൂലമാണ് ഹെലികോപ്റ്റർ ദിശ തെറ്റിയതെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ. 6 ആഴ്ചക്കുള്ളിൽ ഉത്തരാഖണ്ഡിൽ വീണ്ടും ഒരു ഹെലികോപ്റ്റർ അപകടം. മോശമായ കാലാവസ്ഥയാണ് അപകടത്തിന് കാരണമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. രക്തബാങ്കുകളിലെ വിവരം ഇനി വിരൽത്തുമ്പിൽ. ആപ്ലിക്കേഷനുമായി സർക്കാർ. കേരളത്തിലെ അടിയന്തര സാഹചര്യങ്ങളിൽ രക്തത്തിനായി നെട്ടോട്ടമോടുന്നവരുടെ ദുരിതത്തിന് അറുതി വരുത്താനാണ് സർക്കാർ ഈ പദ്ധതി രൂപീകരിച്ചത്. ദുബായിലെ തൊഴിലാളികൾക്ക് ഇനി വിശ്രമിക്കാം. കൊടും ചൂടിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ ചുട്ടുപൊള്ളുന്ന ചൂടിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായുള്ള ഉച്ചവിശ്രമം ഞായറാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. സെപ്റ്റംബർ 15 വരെയാണ് ഇത് തുടരുക. 3 മാസത്തെ കാലാവധി. ഇന്നത്തെ വെതർ അപ്ഡേറ്റ്സ്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ. റെഡ്, ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചു.